നിസാൻ സണ്ണി നല്ല കിടിലൻ വണ്ടി. XL ഡീസൽ. എന്തോ ഓടി? ഡീസൽ 120 ഓടി. ആ തെറച്ച പയ്യന്മാർക്ക് പറ്റിയ വണ്ടി. ഹോണ്ട സിറ്റി ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. 2013 i20 ഇറ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് മാത്രം ഒരു വിഷയമുള്ള 5ാമത്തെ ഓണർ. 60,000 കിലോമീറ്റർ. റെഗുലർ കമ്പനി സർവീസ്. 4 പുത്തൻ ടയർ. 2007 സാൻഡ്രോ. നല്ല ക്വാളിറ്റിയാണ് വണ്ടി. ചെറിയ സ്ക്രാച്ചുകൾ ഈ വണ്ടിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണേ സനൂപ്. ടയറെല്ലാം നല്ല ടയർ. വണ്ടി ഓടിക്കാനൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കല്ലമ്പലം, അതായത് തിരുവനന്തപുരം ജില്ല തുടങ്ങുന്ന ഭാഗത്താണ് വന്നേക്കുന്നത്. കല്ലമ്പലത്ത് തട്ടുപാലം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ഈഞ്ചോള എന്ന് പറയുന്ന നമ്മുടെ ഷോപ്പിലാണ് വന്നേക്കുന്നത്. നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണക്കാർക്കായിട്ടുള്ള വണ്ടികൾ സ്റ്റോക്ക് ചെയ്യുന്ന ഈഞ്ചോള എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കമൻസുകൾ കണ്ടു. നമ്മളപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ചെറിയ മോഡൽ വണ്ടികൾ, അതായത് വില കുറഞ്ഞ രീതിയിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉതകുന്ന നല്ലൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ചുമ്മാ സപ്പോർട്ട് ചെയ്ത് കാണണം. ഒരു സബ്സ്ക്രൈബ് ബട്ടൺ തന്നെയല്ല, ഒന്ന് ഞെക്കിയേരെ അങ്ങോട്ട് കയറുന്നില്ല സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മളെ പുതിയ വണ്ടികളുടെ വിശേഷങ്ങളായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇക്ക നമസ്കാരം. നമസ്കാരം. ഇഷ്ടം പോലെ വണ്ടി കൊണ്ടുവന്നിട്ടേക്കുവാണല്ലോ. നല്ല വണ്ടികൾ കുറേ കൂടുതൽ വന്നിട്ടുണ്ട്. കുറച്ച് മോഡലുള്ള വണ്ടികളാണ് കൂടുതലും. കുറഞ്ഞ വണ്ടികൾ എനിക്ക് തോന്നുന്നു കുറവാണെന്ന് തോന്നുന്നു. പിന്നെ മോഡലുള്ള നല്ല വണ്ടികളിൽപ്പെട്ട കുറഞ്ഞ വണ്ടികൾ, അതായത് നമ്മളെ ഈഞ്ചോളയുടെ സ്പെഷ്യൽ പ്രൈസിൽ പോകുന്ന വണ്ടികൾ അല്ലാതെ ആരെയും കൊള്ളയടിക്കുന്ന പൈസ നമ്മൾ പറയാറില്ല. ചെറിയ വിലയ്ക്ക് കൊടുക്കും. എല്ലാ മോഡൽ വിലയെ കാട്ടി 19 രൂപ കുറച്ച് കൊടുക്കും. അങ്ങനെ കുറച്ചിട്ട് പിന്നെ ഇവിടെ ഒന്ന് വീണ്ടും കുറയ്ക്കാൻ പറയാതിരുന്നാൽ മതി. ചെറിയ ലാഭം എടുത്തിട്ട് പറയുന്ന മാർജിനാണ് എല്ലാ വണ്ടിയും. ഒരുപാട് പേര് കാണുന്നതല്ലേ. അതിപ്പോ ഇക്കയല്ല പക്ഷെ ചില വീഡിയോസിന്റെ അടിയിൽ അതിങ്ങനെ പറയുന്നുണ്ട്, ഇവര് പിന്നെ വലുതായിട്ടൊന്നും കുറച്ച് തരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേര് കാണുന്നല്ലേ. വില കുറവായിരുന്നാലല്ലേ അവർ വിളിക്കുക വരെയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് കൊടുക്കുന്നത്. എല്ലാ വണ്ടിയൊക്കെയും എഞ്ചിന് ഗിയർ ബോക്സ് ഗ്യാരണ്ടിയാണ്. എല്ലാ വണ്ടിയേക്കും ഒരു വണ്ടിയൊക്കെ ഇല്ലാതെ എല്ലാ വണ്ടിയൊക്കെ എഞ്ചിനും ഗിയർ ബോക്സും ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ സസ്പെൻഷനുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ കിടക്കങ്ങളൊക്കെ എല്ലാ പഴയ വണ്ടിയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവുമെന്നല്ലാതെ മെയിനായ വിഷയങ്ങൾ ഗ്യാരണ്ടി കൊടുക്കും. ഓക്കെ, കേട്ടോ. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ വന്ന് ഒരു വിഷയം വർക്ക്ഷോപ്പിൽ നിന്ന് മേശിരി കൊണ്ടുവരാൻ പറ്റാത്തവർക്കോ സാധാരണക്കാർക്കൊക്കെ വന്ന് ഞാൻ എൻ്റെ ഗ്യാരണ്ടിയിൽ കൊടുക്കും. പിന്നെ നിങ്ങളുടെ സേഫ്റ്റിക്ക് നിങ്ങൾ മുൻകരുതൽ എടുക്കണം. ഇനി വന്നിട്ട് പറ്റിപ്പോ എന്ന് പറയാൻ വരുത്തരുത്. വന്ന് നോക്കാൻ പറ്റാത്തവർക്കൊക്കെ എൻ്റെ ഗ്യാരണ്ടിയിൽ ഞാൻ കൊടുക്കും. അപ്പോൾ ആരും വന്ന് നോക്കാനില്ലെങ്കിലേ ഇത്തവണ വണ്ടികൾ കിടക്കുന്നത് 70 രൂപ ഉള്ളതുണ്ട്. 70. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഏതാ തുടങ്ങണ്ടേ? ഏതിൽ തുടങ്ങിയാലും എല്ലാം വില കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെർണയിൽ തുടങ്ങാം. 2011-12 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് 2ാമത്തെ ഓണർ. 110 കിലോമീറ്റർ. ഡീസലാണ്. നല്ല വണ്ടി. സീറ്റ് ഇപ്പോൾ പുതിയത് അടിക്കും കേട്ടാ. അടിക്കാൻ എടുത്തോണ്ട് വരികയാണ് ഇത്. വണ്ടി വന്നതേ ഉള്ളൂ. ഇതിന്റെ ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 1 ലക്ഷം കഴിഞ്ഞിട്ടുള്ള 1 ലക്ഷം കഴിഞ്ഞിട്ടേ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഈ വണ്ടി അപ്പോഴ് വില നമുക്ക് 265 കൊടുക്കാം. 265 ഏറ്റവും കുറഞ്ഞ വിലയാണ് കേട്ടോ. ടോപ്പ് വേരിയന്റ് ആണെന്ന് ചോദിച്ചാൽ AC ഒരു എയർ ബാഗ് ഉണ്ട്, 6 ഗിയറാണ്, 4 പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. അലോയ്സ് അല്ലെന്നേ ഉള്ളൂ. 6 ഗിയർ വണ്ടിയാണ്. അപ്പോൾ ടോപ്പ് അല്ല, അടുത്താന്നായിരിക്കും. എയർ ബാഗ്, സ്റ്റിയറിംഗിൽ എയർ ബാഗ് ഉണ്ട്. പറയത്തക്ക അപാകതകൾ ഒന്നുമില്ല, ഒരു അപാകതയില്ല. നല്ല വണ്ടി. ചെറിയ എന്തെങ്കിലുമൊക്കെ മൈന്യൂട്ടായ കിടക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ലാതെ എഞ്ചിനൊക്കെ നല്ല എഞ്ചിൻ. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 265, 3.25 രൂപയ്ക്ക് പുറത്ത് വിലയുള്ള വണ്ടിയാണ്. ഏറ്റവും കുറഞ്ഞ വില 265. മൈലേജ് ഒരു 18 കിട്ടും. 18 അതിന് മേളിൽ 20 സാധ്യത ഉണ്ടോ? അങ്ങനെ സാധ്യതയുണ്ട്. 2013 i20 ഇറ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് മാത്രം ഒരു വിഷയമുള്ള 5ാമത്തെ ഓണർ. 60,000 കിലോമീറ്റർ. റെഗുലർ കമ്പനി സർവീസ്. 4 പുത്തൻ ടയർ. ക്ലീൻ വണ്ടി. എക്സ്ട്രാ ഗ്യാരണ്ടിയോടുകൂടി കൊടുക്കും. യാതൊരുവിധ അപാകതകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത നല്ല വണ്ടി. വൃത്തിയായിട്ട് 2 രൂപ വില കേട്ടോ. ഓക്കെ, നല്ല സീറ്റ് കവേഴ്സ് ആണ് ചെയ്തേക്കുന്നത്. ഹൈ ക്വാളിറ്റി എഞ്ചിൻ. i20 ഇറ.
റീപ്ലേസ് നല്ല ഒരു റീപ്ലേസ് ഇല്ല, തട്ടില്ല, മുട്ടില്ല, നല്ല ക്വാളിറ്റിയാണ് വണ്ടി. കുറഞ്ഞ വിലയ്ക്ക് ഒരു നല്ല ബോഷ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാം. വണ്ടി ഓടിക്കാനൊക്കെ എന്തൊരു സുഖമെന്നറിയോ, നല്ല വണ്ടി. പെട്രോളോ ഡീസൽ? പെട്രോള് i20 പെട്രോള്. 2005 സ്വിഫ്റ്റ് ZXi ആണ് ആദ്യം ഇറങ്ങിയ സ്വിഫ്റ്റിൽപ്പെട്ട വണ്ടിയാണ്. ഹൈ ക്വാളിറ്റിയാണ് വണ്ടി, ഓടിക്കാനും പുള്ളിങ്ങും കാര്യങ്ങളും എല്ലാം. 215 വണ്ടി ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 5 ഫ്രണ്ടിൽ നല്ല ടയറും ബാക്കിൽ മോശം ടയറും. അത്യാവശ്യം പണികൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കാണ്. 2005 ഈ വർഷം അവസാനം റീടെസ്റ്റ് വരും. ടാക്സ് ഇപ്പോഴെടുക്കണം. 95 രൂപയ്ക്ക് കൊടുക്കും. നല്ല സ്വിഫ്റ്റ്. എൻജിനും ഗിയർ ബോക്സും എക്സ്ട്രാ ഗ്യാരണ്ടി കൊടുക്കും. ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു പുകയുടെ ഒരു തരിയോ അല്ലെങ്കിൽ സസ്പെൻഷൻ അടിയോ ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. എത്ര ചോദ്യം? 95 രൂപ. 95. നല്ല സ്വിഫ്റ്റ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല, ചീത്തയാതൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. വണ്ടി നല്ല കോഴിമുട്ട കണക്കിരിക്കുക. 2011 LXi വാഗണറാണ്. 4ാമത്തെ ഓണറായിട്ടുണ്ട് വണ്ടി. അതിനെന്താ, നല്ല ക്വാളിറ്റി നിൽക്കുകയാണ്. എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റിയിൽ നിൽക്കുകയാണ് ഇപ്പോഴുള്ള വണ്ടികൾ. പെയിൻ്റൊന്നും വലിയ വിഷയങ്ങളോ ഒന്നുമില്ല. LPG ഉണ്ട്, ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. 80,000 കിലോമീറ്ററിനകത്തേ ഓടിയിട്ടുണ്ട് വണ്ടി. പുതിയ വണ്ടി ഷോറൂമിൽ കിടക്കുന്നത് പോലെ ഇരിക്കും. കിലോമീറ്റർ ജെന്യുവൻ ആണോ? ആണ്. 2 ഡോർ പവർ വിൻഡോ ആണോ? അതെ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ബാക്ക് സൈഡ് സീറ്റ് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടുണ്ട്, കൊണ്ടൊന്നും കുഴപ്പമില്ല. ടയർ ആവറേജ് ടയേഴ്സാണ്. 185 വില. 2011 ഡിസംബർ മാസം ലാസ്റ്റ് വണ്ടി. 185 വില. LPG ഉണ്ട്, LPG യൂസ് ചെയ്തിട്ടില്ല വണ്ടി. നല്ല സസ്പെൻഷന് ചെറിയ കിടുക്കമുണ്ട്, ചെറിയ മൈന്യൂട്ടായ കിടുക്കം ഒരു പഴയ വണ്ടിക്ക് വരുന്നതല്ല. ബാക്കി എല്ലാ ഭാഗങ്ങളും ഹൈ ക്വാളിറ്റിയിലിരിക്കുകയാണ്. എൻജിന് ഗിയർ ബോക്സ് ഒക്കെ നല്ലതാണ്. ടയർ ആവറേജ് കൂടുതലുണ്ട്. പഴയ വീഡിയോയിലുണ്ടായിരുന്ന 3 വണ്ടികളിൽപ്പെട്ട ഒരു i10 സ്പോർട്സാണ് ഏറ്റവും കൂടിയ വണ്ടി. പുതിയ സീറ്റ് ഉറപ്പം കൊണ്ടുപോയി അടിച്ച് ഫ്ലോർ മാറ്റ് ചെയ്ത് ബാക്കി പണികളെല്ലാം തീർത്തിട്ട് 1,65,000 രൂപയ്ക്ക് കൊടുക്കാം. 3ാമത്തെ ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. സീറ്റ് കവറൊക്കെ ഇപ്പോഴും ചെയ്തതേ ഉള്ളൂ. 18,000 രൂപ ഇപ്പോഴും മുടക്കി നല്ല കണ്ടീഷനാക്കി. സീറ്റ് കവർ മോശമായതുകൊണ്ടാണ് ഇത് പോവാതെ കിടന്നത് കേട്ടോ. ഫോർഡ് പവർ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി കാണാൻ നല്ല വൃത്തിയാണ്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടിയ വണ്ടിയാണ് കേട്ടോ. കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ 160,000 കൊടുക്കാം. 160. 1-2 വീഡിയോയിൽ വന്നിട്ട് പോകാഞ്ഞത് കൊണ്ട് നമുക്ക് വില കുറച്ച് കൊടുക്കാം. പൈസകൾ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. മെക്കാനിക്കലി ഒന്നുമില്ല, മെക്കാനിക്കലി ഉണ്ടായിരുന്ന എല്ലാം ചെയ്ത് ഇനി സീറ്റ് കവർ അടിച്ച് ഫ്ലോർ മാറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് നല്ല കണ്ടീഷനിൽ കിടക്കുന്നു. 160,000 കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് പ്രൈസ്. അതെ. പിന്നെ ഇതിലൊരു ബാർഗനിങ് ഇല്ല. 2013-14 രജിസ്ട്രേഷൻ ഇയോണാണ്. 13-14 രജിസ്ട്രേഷൻ. 86 കിലോമീറ്റർ. ഓണർഷിപ്പ് റെക്കോർഡ് അടിച്ചേക്കാണ്. 7 ഓണറായി. പക്ഷേ വണ്ടി ഒരു കുഴപ്പമില്ല, നല്ല വണ്ടി. ഗ്യാരൻറ്റിയോടുകൂടി കൊടുക്കും. 1,40,000 രൂപയ്ക്ക് കൊടുക്കും. 13-14 രജിസ്ട്രേഷൻ. ടയറെല്ലാം നല്ല ടയർ. പെയിൻറ്റിൽ സ്ക്രാച്ച് പോലും ഇല്ല. അപ്പം ടച്ചും പോളിഷും എല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിക്ക് കിടക്കുകയാണ്. ഡോറൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട്. ബാക്ക് സൈഡിലൊക്കെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സർവീസ് ചെയ്തിട്ടില്ല വണ്ടി കേട്ടോ. ഇല്ല. ടയർ ഉണ്ട്. അതൊക്കെ വൃത്തി കുറവുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇല്ല സനു. ഒന്നുമില്ല, ഒന്നും മാറിയിട്ടില്ല. ഇത് ഓണർഷിപ്പ് അനാവശ്യമായിട്ടാണ് വണ്ടിയൊക്കെ ഇപ്പോൾ ഓണർഷിപ്പ് മാറുന്നത്. ഇപ്പോൾ 1-2 വണ്ടികൾ ഞാൻ കൊടുത്ത് തന്നെ തിരിച്ചെടുത്തപ്പോൾ 2 ഓണർഷിപ്പ് കൂടെ മാറിയിരിക്കും. ഇതിപ്പോൾ എത്ര ചോദ്യം? ഇത് 140 കൊടുക്കാം. 2014 29 റീടെസ്റ്റ് വരുന്ന ഇയോണ്. ഡിലൈറ്റ് പ്ലസ്. നിസാൻ സണ്ണി. നല്ല കിടിലം വണ്ടി. XL ഡീസൽ. എന്തോ ഓടി? ഡീസൽ 120 ഓടി. 2ാമത്തെ ഓണർ. ഹൈ ക്വാളിറ്റിയാണ് വണ്ടി കേട്ടോ. അപ്പം ഇതിൻ്റെ ടൈമിംഗ് ചെയ്യാനൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത്. അത് അന്യായ മൈലേജുമാണ്. 10-21 മൈലേജ് കിട്ടുന്നുണ്ട്. ഓടിച്ച് തെളിയിച്ച വണ്ടിയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ എല്ലാം വർക്കാണ്. ഭയങ്കര ക്വാളിറ്റിയാണ്. പുറത്തെക്കാട്ടി ആകാമാണ് ക്വാളിറ്റി. വണ്ടി നല്ല വൃത്തിക്ക് യൂസ് ചെയ്ത വണ്ടിയും. XL ആണ്. മൈലേജ് നല്ല മൈലേജാണ്. ടാക്സി ഉപയോഗിക്കുന്നവർക്ക് കൊള്ളാം. അല്ലാതെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരു ബോഷ് വണ്ടി നോക്കുന്നവർക്ക് കൊള്ളാം. ഇവിടെ ചെറിയ ടച്ച് ആൻഡ് പോളിഷ് പരിപാടി ചെയ്യാറുണ്ടല്ലേ ഈ ഭാഗത്തായിട്ടെ? 2:30 കൊടുക്കാം.
അല്ല ഇവിടെ ചെറിയ പെയിന്റ് 2-3 സ്ഥലത്ത് ചെറിയ വിഷയങ്ങളുണ്ട്. അത് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. അല്ല, ഈ കണ്ടീഷനിലാണ്. സമയം കിട്ടുകയാണെങ്കിൽ വർക്ക് ചെയ്ത് കൊടുക്കും. അതിന്റെ പൈസ കൂടെ അധികമാവും. 230 കൊടുക്കാം കേട്ടോ. 230. നല്ല ക്വാളിറ്റിയാണ് വണ്ടി. ഗിയറും എഞ്ചിനൊക്കെ ഗ്യാരണ്ടിയാണ്. സസ്പെൻഷൻ അടിയില്ല, മറ്റു കാര്യങ്ങളില്ല. ഓടിക്കാൻ നല്ല സുഖം. ഇന്റീരിയർ ഭയങ്കര വൃത്തി, നല്ല ലുക്കുള്ള വണ്ടി. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ. ഫ്രണ്ട് കിടക്കുന്ന പുതിയ ടയർ അല്ലേ, റീപ്ലേസ് ഒന്നുമില്ല. ഇവിടെയും കുറച്ച് ചെറിയ 2-3 സ്ഥലത്ത് അതാ പറഞ്ഞത്. ഈ ഭാഗത്തുണ്ട്, ബാക്കിൽ 2 സ്ഥലത്ത് ചെറിയ ടച്ചിങ്. ഇതിപ്പോൾ നാളെ റീടെസ്റ്റ് ആണ് ഈ വണ്ടിയുടേത്. റീടെസ്റ്റ് ആയതുകൊണ്ട് കൊടുക്കാതിട്ടിരിക്കുന്നു. റീടെസ്റ്റ് കഴിഞ്ഞ് 1.25 രൂപയ്ക്ക് കൊടുക്കും കേട്ടോ. 1.25 കൊടുക്കും. കുറേത്തെ ഒന്നുമില്ല, പൈസകൾ ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്. റീടെസ്റ്റ് മോഡൽ ഏതായത്? 2030 വരെ പേപ്പർ എടുത്ത് ഫസ്റ്റ് ഓണർ വണ്ടി. 70,000 കിലോമീറ്റർ, ഹൈ ക്വാളിറ്റി വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ, ഒറ്റ ഓണർ. കാണാനേ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? കൊള്ളാം, ആവറേജ് കൂടുതലുണ്ട്. ഫ്രണ്ടിലൊക്കെ നല്ല ടയർ. വണ്ടി നല്ല വൃത്തിയുള്ള പുതിയ വണ്ടി പോലെ ഇരിക്കുന്ന വണ്ടി അല്ലേ സനീപേ? വണ്ടി കാണാൻ കൊള്ളാം, കാണാനും കൊള്ളാം, ഓടിക്കാനും കൊള്ളാം, എല്ലാത്തിനും കൊള്ളാം. എനിക്കറിയാൻ പറ്റുള്ളൂ. പക്ഷെ വണ്ടി ഇങ്ങനെ കാണാൻ കൊള്ളാം, ബോഡിയൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിച്ചാൽ എത്ര? 1.25 ചോദ്യമല്ല, അതിന്റെ ഫൈനൽ വില. 2012-13 രജിസ്ട്രേഷൻ വാഗണാർ, LXI വണ്ടി, 1,05,000 കിലോമീറ്റർ. സെക്കൻഡോ തേർഡോ ആണ് ഓണർ. നല്ല വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ചീത്തതൊക്കെ റീപ്ലേസ് ചെയ്താണോ? ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു വണ്ടികളും ആക്സിഡന്റ് വണ്ടികളില്ല. വണ്ടിക്ക് ആകെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട്. 2 രൂപയ്ക്ക് കൊടുക്കാം. 2 രൂപ. 13 2028 വരെ പേപ്പറുള്ള പഴക്കത്തിൻ്റെതായ നല്ല വണ്ടി. ഓണർ സെക്കൻഡ് ആണോ തേർഡ് ആണോ എന്ന് ഡൗട്ടുണ്ട്. പിന്നെ 1 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ. ടയറെല്ലാം ആവറേജ് ഉണ്ട്. ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, തുരുമ്പില്ല, സസ്പെൻഷൻ അടിയില്ല, എഞ്ചിന് ഗിയർ ഗ്യാരണ്ടി. 2 രൂപ അല്ലേ? 2 രൂപ. 2 രൂപ. 2007 സാൻഡ്രോ, നല്ല ക്വാളിറ്റിയാണ് വണ്ടി. ചെറിയ സ്ക്രാച്ചുകൾ ഈ വണ്ടിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണേ സനൂപേ. ടയറെല്ലാം നല്ല ടയർ. വണ്ടി ഓടിക്കാനൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല ബോഡി. സ്ക്രാച്ച് എന്ന് വെച്ച് തുരുമ്പോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എഞ്ചിൻ റൂമും ഒക്കെ തുരുമ്പില്ലാതിരിക്കുക. 70 രൂപയ്ക്ക് കൊടുക്കാം ഫൈനൽ വില. 70. വണ്ടി കൊള്ളാം, സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി. 70 രൂപയ്ക്കുള്ള മുതൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭമാണ്. 1-2 മൈന്യൂട്ട് സ്ക്രാച്ചുകളേ ഉള്ളൂ. വണ്ടി നല്ല ബോഡി, അതുപോലെ നല്ല എഞ്ചിൻ. ബാക്ക് സൈഡൊക്കെ കൊള്ളാം, ഡോർ പാഡൊക്കെ നല്ല. എഞ്ചിനും ഗിയറൊക്കെ ഗ്യാരണ്ടിയാണ്. ടയർ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. വേറെ പറയത്തക്ക അപാകതകളില്ല. കുറച്ച് സ്ക്രാച്ച് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ വിഷയങ്ങൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ആൾക്കാർ വിളിക്കുന്നുണ്ട്, അതിൻ്റെ പരിഹാരങ്ങൾ കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നാൽ വിളിച്ചാൽ മതി, വിളിക്കാതിരിക്കല്. എന്നെ വിളിച്ചിട്ട് ഇത് പോസ്റ്റ് ചെയ്യാവും, എന്നിട്ടേ പോസ്റ്റ് ചെയ്യാവും. എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് കരുതി വിളിക്കാതിരിക്കല്. വിഷയങ്ങളൊക്കെ വണ്ടിയൊക്കെ ഉണ്ടോ, എഞ്ചിനും ഗിയറുമായിട്ട് ബന്ധപ്പെട്ട്. ബാക്കി ഇലക്ട്രോണിക്സ് ഭാഗങ്ങൾ, ചെറിയ സസ്പെൻഷൻ്റെ മൈന്യൂട്ടായ കിടക്കങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവാത്ത ഭാഗങ്ങൾ. ഇപ്പം പാച്ച് വർക്ക് ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നത് പോലെ തന്നെ ഇവിടെ വരുന്നൊരു കസ്റ്റമറിന് നോക്കാൻ പറ്റും. നോക്കാൻ പറ്റാത്ത ആളാണ് വരുന്നതെങ്കിൽ അത് നോക്കാനെങ്കിലും ഒരാളിനെ കൊണ്ടുവരണം. പാച്ച് വർക്ക് ഉണ്ടോ എന്ന് നോക്കാൻ. അത് നമുക്ക് ഈ മഴക്കാലത്തൊന്നും ഇതിൻ്റെ അടിയിൽ കയറി മുഴുവനൊന്നും നോക്കാൻ പറ്റില്ല. റാമ്പി കയറ്റിയൊക്കെ നോക്കുമ്പോൾ എല്ലാ വണ്ടിക്കും അടിയിൽ ഇത്തിരിയൊക്കെ പാച്ച് വർക്ക് ഉണ്ടാവും. പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ അതാണ്. പുതിയനാകുമ്പോൾ ഉണ്ടാകത്തില്ല. നമ്മളിപ്പം പകുതി വിലയ്ക്ക് കൊടുത്താൽ വണ്ടി ഓടിക്കുമ്പോൾ പകുതി സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയ്ക്ക് മേടിച്ചാൽ പകുതി സാറ്റിസ്ഫാക്ഷനിലേ കിട്ടും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന 5-ലൊന്നും 10-ലൊന്നും വിലക്കൊക്കെയാണ്. അപ്പോൾ അതിനെക്കാട്ട് സാറ്റിസ്ഫാക്ഷൻ ഏതൊക്കെയായാലും ഉണ്ടാവും. അപ്പോൾ അടിയിൽ കയറി പാച്ച് വർക്ക് നോക്കാനെങ്കിലും മെക്കാനിക്കിനെ കൊണ്ടുവന്നില്ലെങ്കിലും ആരെങ്കിലും കൊണ്ടുവരണം. പാച്ച് വർക്ക് എൻ്റെ മേലിൽ വിടല് എനിക്ക് മുഴുവൻ നോക്കി എത്തിക്കാൻ പറ്റത്തില്ല. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഓടിക്കാൻ അറിഞ്ഞുകൂടാത്തവരാണ് വരുന്നതെങ്കിൽ ഞാൻ ഓടിച്ച് കാണിച്ചു കൊടുക്കാം. പിന്നെ ഈ പറയുന്ന എഞ്ചിനും ഗിയറിനും അവർ എന്നെ ഏൽപ്പിക്കട്ടെ, എൻ്റെ ഗ്യാരണ്ടി ഞാൻ കൊടുക്കാം. വേറെ എന്താ പറയുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എഞ്ചിനും ഗിയറുമാണ് ഗ്യാരണ്ടി. ചെറിയ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടെങ്കിൽ വിളിക്കാനും എടുക്കാനൊന്നും നിൽക്കല്, കൊണ്ടുപോയി ശരിയാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. ഇനി അടുത്തേക്ക് പോവാം. 2014 ഫിയറ്റ് പുന്തോ. ഇമോഷനല്ല, ഇമോഷനാണ്. 2 വീഡിയോയിലുണ്ടായിരുന്ന വണ്ടിയാണ്. ഏതാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ.
എത്ര ഓണർ? അത്യാവശ്യം ആവറേജ് ടയർ 3 or 4 ആണ് ഓവർ. 80,000 കിലോമീറ്റർ. നല്ല വണ്ടി 1.5 രൂപയ്ക്ക് കൊടുക്കാം. മുതൽ അതിനെക്കാട്ടി ഉള്ളതാണ് കേട്ടോ. അപ്പുറത്ത് 2.4 ചോദിക്കുന്നു. അവിടെ എന്തോക്കി അപ്പുറത്തൊരു വണ്ടി കിടക്കുന്നത് 2.4 ചോദിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് 1.5 രൂപയ്ക്ക് കൊടുക്കാം. അലോയ്സാണ്. ടയർ ആവറേജ് ടയറുണ്ട്. അകമൊക്കെ കൊള്ളാം. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. 1.60. 1.5. 2013 പോളോ ട്രെൻഡ് ലൈൻ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 5. അത്യാവശ്യം പണികളെല്ലാം ചെയ്തിട്ടേക്കാണ്. എന്നാലും ചെറിയ നോയ്സൊക്കെ ഫ്രണ്ട് സസ്പെൻഷനൊക്കെ ഉണ്ട്. എൻജിന് ഗിയറൊക്കെ കൊള്ളാം. വണ്ടി ബോഡിയൊക്കെ ഹൈ ക്വാളിറ്റിയാണ്. AC 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നതാണ്. എന്നിട്ട് ഫുൾ ഓപ്ഷൻ അല്ല. പിന്നെ ഓണർഷിപ്പ് 5 എന്നേ ഉള്ളൂ. വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 2.65 കൊടുക്കാം. 2.65. ബാക്ക് സൈഡ് 3.5 രൂപയൊക്കെ വിലയുള്ളതാണ്. കാറെല്ലാം ആവറേജ് ഉണ്ട്. അലോയ്സ് ഉണ്ട്. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. എവിടെ 1-2 സ്ഥലത്തൊക്കെ ചെറിയ പെയിൻറ്റ് റീപ്ലേസ് നിൽപ്പുണ്ടോ ചെറിയ ബോണറ്റിൽ. ഇവിടെയൊന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബോണറ്റിൽ പുള്ളിയോ നോക്കട്ടെ. അറിയത്തില്ല. ചെറിയ പെയിൻറ്റ്. അത് ഇവിടെ ഇത് അതൊക്കെ അറിയൂല. ആ രീതിയിലുള്ള സാധനങ്ങൾ. അതൊന്നും കുഴപ്പമില്ല. വണ്ടി നല്ല ലുക്കുള്ള നല്ല വണ്ടി. ആ തെറിച്ച പയ്യന്മാർക്ക് പറ്റിയ വണ്ടി. ഹോണ്ട സിറ്റി ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. 2008 ഡിസംബർ വണ്ടി. ടയറെല്ലാം കൊള്ളാം. തുരുമ്പില്ല. ബാച്ച് വർക്കില്ല. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 2 3 കൂടെ ബറുവിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. മാനുവലാണ്. വണ്ടി നല്ല പോഷായിട്ട് പോകണം. കൊള്ളാം. വണ്ടി 1.5 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ 2.5-2.25 വിലയാണ് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ. 1.5 നമ്മൾ കൊടുക്കും. 1.5 രൂപയ്ക്ക് കൊടുക്കും. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഹോണ്ട സിറ്റി റീപ്ലേസ് ഒന്നുമില്ല. സനൂപ് ആക്സിഡൻ്റ് ഒന്നും അല്ല. ഈ കിടക്കുന്ന ഒരു വണ്ടികളും ആക്സിഡൻ്റ് അല്ല. പിന്നെ ചീത്തയാതെല്ലാം റീപ്ലേസ് ചെയ്യും. അല്ലാതെ വേറെ അതങ്ങ് പഠിച്ചു വെച്ചേക്കല്ല. ഈ പഴയ വണ്ടിയൊക്കെ റീപ്ലേസ് ഇല്ലാത്ത ഉണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ബമ്പർ അങ്ങനെ അല്ല. ആക്സിഡന്റ് അല്ല. ആക്സിഡന്റ് വേറെ, റീപ്ലേസ് വേറെ. ഇടിച്ച അബ്രവും പൊട്ടിയതൊക്കെ ആക്സിഡന്റ് എന്ന് പറയുന്നത്. ആക്സിഡന്റ് ആയ വണ്ടി. ഇപ്പം വേറെ ബമ്പർ ചീത്തയായ ബമ്പർ മാറിയല്ലേ പറ്റൂ. ഈ ടോപ്പ് ബ്ലാക്ക് അടിച്ചേക്കുമല്ലേ? അല്ല, ഒട്ടിച്ചേക്കാണ്. സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. ഓക്കെ. എത്ര ചോദ്യം? 1.5 രൂപയ്ക്ക് കൊടുക്കാം. 1.5. ഭയങ്കര മാർക്കറ്റുള്ള വണ്ടിയാണ്. ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ചെറിയ പെയിൻ്റൊക്കെ ഒരു ചെറിയ വിഷയങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ക്യാമറയെ കാണുമ്പോൾ ഭയങ്കര ഗ്ലാമർ ആയിരിക്കും. ഡയറക്റ്റ് ഒന്ന് കാണുമ്പോൾ ഇത്ര ഗ്ലാമർ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. 2 മഴ എല്ലാ വണ്ടികളും അങ്ങനെയാണ്. 2009 LXI വണ്ടി. 2009 LXI. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3rd. ഫസ്റ്റ് ഓണറായിരുന്നു. ഞാൻ ഒരു കക്ഷിക്ക് കൊടുത്താണ്. ബുക്ക് മാറി വന്നപ്പം 3rd ആയി. അതാണ് നേരത്തെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ തന്നെ ആവുന്നത്. ബുക്ക് മാറി വന്നപ്പോൾ 3rd ആവും. ഫസ്റ്റ് ഓണറായിട്ട് ഞാൻ ബുക്ക് ഇവിടുന്ന് കൈ കൊടുത്ത് മാറിയതാ. മാറി വന്നപ്പോൾ 3rd ഓണർന്ന് ഇറങ്ങും. ചിലതൊക്കെ അങ്ങനെ ആവാറുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കഥയില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാണെങ്കിൽ വൃത്തിയായിട്ടിരിപ്പുണ്ട്. 29 വരെ റീടെസ്റ്റ് ഉണ്ട്. നല്ല വണ്ടി. ഫൈനൽ വില 1,05,000 രൂപയാണ് കേട്ടോ. 1.5. അപ്പോൾ ഒരു 1,00,000 രൂപ. അല്ല, 1,05,000 രൂപ തന്നെയാണ്. അത്രയും തന്നെ തരണം. ഇതിൽ കുറച്ച് തരൂലേ? അല്ല, ഇത് ഇവിടെ വീഡിയോ കാണുന്ന പാർട്ടിയുടെ നിന്ന് എടുത്ത് തന്നെയാണല്ലേ. നമ്മൾ അദ്ദേഹം എൻ്റെ നിന്ന് എടുത്തിട്ട് പോയതാണ്. തിരിച്ച് ഞാൻ വിലയിട്ട് വാങ്ങിയതുമാണ്. 1,00,000 രൂപ അദ്ദേഹത്തിന് വിലയിട്ട് കൊടുത്തു. പിന്നെ എൻ്റെ അത്യാവശ്യം എന്തൊക്കെയോ ചെയ്തു. 1.5 കൊടുക്കും. അതൊക്കെ തന്നെയാണ് കച്ചവടം. ഇനി ഒരുപാട് ലാഭങ്ങളൊന്നും എടുത്തിട്ട് ഈ വീഡിയോ കാണുന്നവരെ എടുത്ത വണ്ടികളും ഇതുണ്ട്. കൂടുതലും അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ മാറ്റി കൊടുക്കും. ഓക്കെ. പിന്നെ 2014 സാൻഡ്രോ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3. കിലോമീറ്റർ 80. 3 വണ്ടികളാണ് എൻ്റെ പഴയ വീഡിയോയിലുള്ളപ്പം കിടക്കുന്നത്. അതിൽ പെട്ട ഒന്നാണിത്. ഒന്ന് അങ്ങ് കിടന്ന സാൻഡ്രയും പിന്നെ ഇതിപ്പോൾ നല്ലോണം വൃത്തിയാക്കി എല്ലാം ചെയ്ത ആൾക്കാർക്ക് ഈ വന്ന് കുറ്റങ്ങൾ പറയുന്ന ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. 1.35 വീണ്ടും കൊടുക്കും. 1.35 2 ഡോർ പവർ വിൻഡോ ആണ്. 14. ഒരു അര കുറവുള്ളതുപോലെ ഈ ബോണറ്റ് തുറക്കുമ്പോൾ ബോണറ്റിൻ്റെ അകം ഒന്ന് കാണിച്ചു കൊടുക്കണേ സനീപ്. അത് ഇതുവരെ തുറന്നു. അത് മാത്രമാണ് ഇതിനൊരു കുറവ് ആൾക്കാർ ഫീൽ ചെയ്യുന്നത്. ഇവിടെ മോനെ ഇതൊന്ന് സ്റ്റാർട്ടാക്കാൻ എൻ്റെ ചാവി ഇടാൻ കേട്ടോ.
വണ്ടി അല്ല കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച വണ്ടിയാണ്. ഇവിടെ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല. ആ രീതിയിലൊന്നും ഞാനൊന്നും കാണുന്നില്ല. ഞാൻ എന്താണ് ഈ വണ്ടിയിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതാണ്ട് ഈ ഭാഗേ ചെറിയൊരു തട്ട് തട്ടിയിട്ടുണ്ട്. ഈ ഭാഗം അബ്രോണിലല്ല, അത് അതാണ്ട് ഈ മൂല ഒരു ചെറിയ തട്ട് പോലെ തട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ഞണക്കുണ്ട്. അതാണ്ട് ഈ ഭാഗം തൊട്ടിട്ട് പോലുമില്ല, കണ്ടോ? അത് പ്രകാരം ഈ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് പെയിന്റ് ചെയ്തിട്ടുണ്ട്. നല്ലോണം കാണിച്ചു കൊടുത്തത്. ബോണറ്റ് തുറക്കുമ്പോഴാണ് ഒരു അര കുറവ് കണക്ക് തോന്നുന്നത്. തുരുമ്പൊന്നും ഒന്നുമില്ല. ആരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ ചെറിയൊരു തട്ട് ഈ സൈഡിൽ, അതാണ്ട് ഈ സൈഡിൽ ചെറിയൊരു തട്ട്. അബ്രോണി തൊട്ടിട്ടില്ല. ഇതിനിപ്പുറത്ത് ആണ്ട് ഈ ഭാഗം മാത്രമേ ഞണങ്ങിയിട്ടുള്ളൂ. അത് അവർ പണിതിട്ടുമുണ്ട്. പണിതൊരു 100% സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, എത്ര ചോദ്യം? 1.35 കൊടുക്കാം സനീപേ. 2014 സാൻഡ്രോയുടെ വില എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തിരക്കി വയ്ക്കുക. ആദ്യം അതിനെക്കാട്ടി 1,00,000 രൂപ കുറച്ചാണ് കൊടുക്കുന്നത്. പറയാനുള്ളതൊന്നുമില്ല സനീപേ. നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങൾ അതല്ല വിശ്വസിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു തീരുമാനം എടുത്തേ വരാവും. എന്ന് പറഞ്ഞാലേ ഒരു മെക്കാനിക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ വരണം. അതല്ല എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക് വരാം. ഒരു ചേട്ടൻ വന്നണ്ട നിന്റെ വാക്ക് വിശ്വസിച്ചാടാ ഞാൻ വരുന്നത്. വെറും ഈ നേലായിട്ട് കണ്ടുള്ള പരിചയമുള്ളൂ. അതെ, അപ്പോൾ നിങ്ങൾ ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്ത് മുൻകൈ നിങ്ങൾക്ക് ഇവിടെ വന്ന് എത്ര വേണോ ഓടിച്ചു നോക്കാം. എണ്ണ ഞാൻ അടിച്ചു തരും. നിങ്ങൾക്ക് എത്ര വേണോ ഓടിച്ചു നോക്കാം. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കണമെങ്കിൽ ചെയ്യാം, എല്ലാം ചെയ്യാം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. മേടിക്കാത്തവർക്ക് വേണ്ടി ഓടിച്ച് നോക്കിക്കൂടാതൊന്നുമില്ല. എല്ലാവർക്കും ഓടിച്ചു നോക്കാം. എത്ര വേണമെങ്കിലും അവർക്ക് അടി കാണണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഞാൻ വണ്ടി മാറ്റിയിട്ട് കൊടുക്കാം. ഈ പാച്ച് വർക്കൊന്നും എന്നെ ഏൽപ്പിക്കരുത്. നിങ്ങളെപ്പോലെ നോക്കിയാലേ പാച്ച് വർക്ക് ഞാനും കാണും, അല്ലേ? ഒരു കസ്റ്റമർക്ക് നോക്കാൻ പറ്റുന്ന. പിന്നെ മറ്റ് നിങ്ങൾ ഭാഗങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ കറക്റ്റായ സ്ഥിതി പറഞ്ഞുതരാം. പഴയ വണ്ടിയാകുമ്പോൾ എല്ലാ വണ്ടിയേക്കും നമ്മൾ കട്ടറുള്ള റോഡിൽ കൂടെ ഓടുമ്പോൾ ചെറിയ സസ്പെൻഷൻ്റെ പഴയ വണ്ടി എടുക്കുമ്പോൾ എന്തായാലും വണ്ടി കിട്ടൂല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. ഓടിക്കുന്നതിൽ പോയി എടുത്തുകൊണ്ട് പോയി ഡയറക്റ്റ് ഓടുന്നുണ്ട് ഒരു കുഴപ്പമുള്ള വണ്ടികളില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ കൊടുത്ത 1-2 വണ്ടിയൊക്കെ പവർ സ്റ്റിയറിങ്ങിൻ്റെ വിഷയം, ഈ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്. ഇത് കൂടെ പിടിക്കും. ചിലപ്പോൾ അങ്ങ് വിട്ടുകളായി. അത് ഇവിടെ നിർത്തുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ കുഴപ്പം കാണത്തില്ല. അങ്ങോട്ട് പോകും, അത് പണി മുടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ 1-2 കേസുകളൊക്കെ വിളിച്ച് അതൊരു പരുവത്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഒരു വണ്ടിയുടെ ഒരു എഞ്ചിനൊരു വിഷയം വന്ന് അദ്ദേഹത്തിന് അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമറുകൾ വിളിക്കുന്നവർക്കൊക്കെ പരിഹാരം കാണാറുണ്ട്. ഒരു കക്ഷി ഇത് ഇട്ടിരിക്കുന്നതെന്തോ പാച്ച് വർക്കെന്നോ 95-ന് കൊടുത്ത വണ്ടി 75-ന് ഇല്ല. അദ്ദേഹം വിളിച്ചില്ല. ആ വണ്ടിക്ക് പിന്നെ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് വിളിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം വെറുതെ ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നു. അല്ലാതെ വലിയ കമൻറ്റൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ബഹുജനം പലവിധം. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ CC കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ആൾക്കാർ മോശം കമൻറ്റുകളിടും. അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ CC എടുക്കാൻ പറ്റിയ 2-3 വണ്ടികളുണ്ട്. അതിനൊക്കെ ഓണർഷിപ്പൊക്കെ കൂടുതലാണെന്ന് തോന്നുന്നു. ഓണർഷിപ്പിലൊരു വിഷയമില്ല. എല്ലാ വണ്ടികളും നോക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനും ഗിയറിനും ഗ്യാരണ്ടി ഇടുന്നുണ്ടെങ്കിൽ ഓണർഷിപ്പിൽ എന്ത് വിഷയം? ഒരു വിഷയമില്ല. നിങ്ങൾക്ക് ആർക്കും ആ ഗ്യാരണ്ടി കൊടുക്കുന്ന ആരുമില്ല. ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അനുഭവ പരിചയമാണ്. ഇത്രയും വർഷം കൊണ്ട് ഇത് ചെയ്യുന്നു. ആ ഫീൽഡുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് കൊടുക്കുന്നത്. വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും ഹായ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10-16 വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ടൈപ്പ് മോഡൽ നിങ്ങൾക്ക് ഒതുങ്ങിയ വിലയിൽ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒതുങ്ങുന്ന ഒരു നല്ല വീഡിയോ ചെയ്തു എന്നുള്ള വിശ്വാസത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് എടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ മെക്കാനിക്കലിനെ കൊണ്ട് എടുക്കാതെ വന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒരു കംപ്ലയിൻസ് വന്നു പോയാൽ എന്നെ പറയരുത്. അതിൻ്റെ തെളിവ് ഈ നിൽക്കുന്ന മനുഷ്യൻ പോയി പോയ മനുഷ്യൻ നമ്മളെ സബ്സ്ക്രൈബറാണ്. പക്ഷെ പുള്ളി ഇവിടെ വന്ന് കയറി ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ വാക്ക് വിശ്വസിച്ചാടാ വരുന്നത് ഒറ്റയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെക്കാനിക്കലിനെ കൊണ്ടുവരണം. നിങ്ങൾക്ക് വണ്ടി നോക്കി എടുക്കാൻ അറിഞ്ഞൂടാണെങ്കിൽ നിങ്ങളൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് വൃത്തിയായിട്ട് എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ. ഈ കാണിച്ച വണ്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.